എറണാകുളം കോതമംഗലത്ത് ജീവനൊടുക്കിയ TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. സുഹൃത്ത് റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു. തയ്യാറാകാത്തതിനെ തുടർന്ന് റമീസും കുടുംബവും ഉപദ്രവിച്ചുവെന്നും മരിച്ച സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സംഭവത്തിൽ ആൺ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി. വിനയ, വലിയ വിവാദം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ്. കാരണം രണ്ട് മതസ്ഥരാണ്, അല്ലെങ്കിൽ അന്യമതസ്ഥരാണ്. അത് എത്തരത്തിലാണ് കേരളത്തിൽ അത് പ്രചരിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ മുൻ അനുഭവങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ റമീസിനെയും കുടുംബത്തെയും ഒക്കെ തന്നെ സമൂഹം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ വാർത്ത കൂടുതൽ വ്യാപിക്കുന്നതിനനുസരിച്ച് കാണാൻ പോവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ സംഭവത്തിനെ തുടർന്ന് നിർവചനങ്ങൾ ഉണ്ടാകാൻ പോവുക എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ശനിയാഴ്ചയാണ് സോനയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. റൂമിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സോനയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നത് അസ്വാഭാവിക മരണത്തിലുള്ള ഒരു കേസായിരുന്നു പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പോലീസ് സോനയുടെ റൂമിൽ മറ്റും നടത്തിയ പരിശോധനയിലായിരുന്നു ഈ ലെറ്റർ, അതായത് ഈ ഒരു കത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പ്രധാനമായും പറയുന്നത്. കുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള റമീസിനെ കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ കത്തിൽ കാണുന്നത്. ആ സുഹൃത്താണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്, പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രധാനമായും ആ കത്തിൽ സൂചിപ്പിക്കുന്നത് പ്രണയം നടിച്ചു തന്നെ മതം മാറാൻ പ്രേരിപ്പിച്ചു എന്നാണ് സോന ഈ കത്തിൽ പറയുന്നത്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ളതും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിയെ മതം മാറാൻ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സഹോദരൻ നമ്മളോടൊപ്പം ചേരുന്നു. ബാസിൽ എൽദോസ് ആണ് ചേരുന്നത്. ശ്രീ ബാസിൽ, എന്താണ് സംഭവം? എന്താണ് ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടി താങ്കളോട് പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ? എന്നോട് അങ്ങനെ പങ്കുവെച്ചിട്ടില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവളുടെ കൂട്ടുകാരിയുടെ അടുത്താണ് എല്ലാം പറഞ്ഞത്. അതെ, അപ്പോൾ ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഈ ഒരു റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു എന്നതടക്കം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അത് അത്രയും വലിയൊരു സംഭവത്തിലേക്ക് നീങ്ങുകയാണോ? മുൻപ് കേരളം കണ്ടിട്ടുള്ള, കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? എന്ത് തോന്നുന്നു? കേരളം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ വാക്കുകളില്ല. മതം മാറാൻ വേണ്ടിയിട്ട് പൂട്ടിയിട്ട് മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു സ്നേഹിച്ചതിന്റെ പേരിൽ, മതം മാറുന്നതിന്റെ പേരിൽ പൂട്ടിയിട്ട് കുടുംബക്കാരും അവന്റെ ഉമ്മയും വാപ്പയും കൂട്ടുകാരും എല്ലാവരും അവളെ മർദ്ദിച്ച്. അത്രയും മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ കുടുംബാംഗങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ്? ഞാൻ കേസ് കൊടുത്ത് അവനിക്ക് നിയമപരമായിട്ട് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത്. കാരണം ഇത്രയും മതം മാറിയില്ല എന്നും പറഞ്ഞ് കബളിപ്പിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പൂട്ടിയിട്ട് അവന്റെ വീട്ടിൽ അവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അമ്മയും പെങ്ങളും വാപ്പയും എല്ലാരും, ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇത്രയും മതത്തിന് വേണ്ടിയിട്ട് ഇത്രയും എന്താ പറയുക, ഇത്രയും ടോക്സിക് ആണ്. അവളെ പൂട്ടിയിട്ട് അവളെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വിടില്ല. പൊന്നാനിക്കാണ് ഇനി പോണത്. ഇവിടെ പൂട്ടി തുറക്കില്ല. പൊന്നാനിക്ക് ചെന്ന് അവിടെ നിന്ന് മതം മാറി 2 മാസം കഴിഞ്ഞ് വന്നിട്ട് നീ നിന്റെ വീട്ടുകാരെ കണ്ടായി എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്റെ പെങ്ങള് ആ കൂട്ടുകാരിയുടെ അടുത്താണ് പറയണത്. അവൾ ഇന്നലെ എന്റെ പെങ്ങളുടെ ശവസംസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ കൂട്ടുകാരി എന്നെ മാറ്റി വിളിച്ച് ഞാൻ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് എന്റെ അടുത്ത് എല്ലാം പറയണം. അവളുടെ ഭർത്താവും. ഈ ആൺസുഹൃത്തിനെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇവര് കല്യാണാലോചനയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്. അപ്പൊ കല്യാണാലോചനയ്ക്ക് ഇവര് പറഞ്ഞ ഡിമാൻഡ് മതം മാറണം എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, പെങ്ങള് പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ മാറിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അന്നേരമാണ് എന്റെ അപ്പം മരിക്കണേ. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി 1 വർഷം കഴിയാതെ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ ഒരു ലോഡ്ജിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചു. അത് ഇവളറിഞ്ഞു.
അത് ഇവര് രഹസ്യമാക്കി വെച്ചിരുന്നു വിവരം ഇവള് അറിഞ്ഞു. ഇവളുടെ വാട്സപ്പിൽ വന്നു. ഇവള് എങ്ങനെയോ ഇത് തെരഞ്ഞു പിടിച്ച് ഇവള് കണ്ടെത്തി. എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല എന്ന് പറഞ്ഞു. അതിവരെ ശരിക്കും ഇവരെ പ്രകോപിപ്പിച്ചത് മതം മാറില്ല എന്ന് പറഞ്ഞു. കാരണം ഇവര് മതം മാറണമെന്നും പറഞ്ഞു ഒരാളെ അങ്ങോട്ട് മതം മാറ്റുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നാണല്ലോ. പെട്ടെന്ന് മതം മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവര് പ്രകോപിപ്പിച്ചു. അപ്പൊ ഇവളെ രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതം മാറണം, എന്നിട്ട് നമുക്ക് അവന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വാടകയ്ക്ക് നിൽക്കാന്നും പറഞ്ഞ് കബളിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോയത് ഈ കൂട്ടുകാരിയുടെ അടുത്തുനിന്ന്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇവൾ അറിയണ രജിസ്റ്റർ മാരേജ് ചെയ്യിക്കില്ല, നേരെ പൂട്ടിയിട്ടേക്കുക, ഇനി അവളുടെ വീട്ടുകാരെ കാണിക്കില്ല എന്നൊക്കെ അറിയണം. എന്നിട്ട് ഇവൾ ഇത് ആരോടും പറഞ്ഞില്ല, കൂട്ടുകാരിയോട് മാത്രമേ പറഞ്ഞോളൂ. എന്നിട്ട് ഈ ഒരു സംഭവം, അതായത് ഈ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞു, അതിനുശേഷം പിന്നീട് സോന വീട്ടിലേക്ക് വന്നോ, എങ്ങനെയാണ്? പിന്നെ വീട്ടിലേക്ക് വന്നു. അവൾ ക്ലാസ്സിലും പോയി. പക്ഷെ വന്നത് കൂട്ടുകാരിയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് പോകുന്നത്, ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് വന്ന് കിടക്കണ ഒരു പെങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കൂട്ടുകാരിയുടെ അടുത്ത് പോയിട്ട് കൂട്ടുകാരിയുടെ കൊച്ചിനുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് കൊച്ചിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയ പെൺകുട്ടിക്ക് വേറെ പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ കൂട്ടുകാരുടെ അടുത്തുനിന്ന് ഇവൻ കബളിപ്പിച്ച് പോയതൊന്നും നമ്മൾ അറിയില്ല, കബളിപ്പിച്ച് കൊണ്ടുപോയി പൂട്ടിയിട്ടതൊന്നും. ഇവള് വന്നു രാവിലെ എണീറ്റു ക്ലാസ്സിൽ പോയി. അപ്പോഴും നമ്മൾ മുഖത്തെ പാട് ശ്രദ്ധിക്കല്ല. അത് കഴിഞ്ഞിട്ട് ഇവളെ ഈ കൂട്ടുകാരുടെ അടുത്ത് പിന്നെയും പോയി. അപ്പൊ ഈ കൂട്ടുകാരി ചോദിച്ചു എന്നെ പാടെന്ന് ചോദിച്ചപ്പോഴാണ്, ഇതിനു മുമ്പേ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞായിരുന്നു മർദ്ദിച്ചു എന്ന് പൂട്ടിയിട്ട്. പാടെ എന്നാന്ന് ചോദിച്ചപ്പോഴാണ് പറയണത് ഇങ്ങനെ ഈ റമീസ് അവരെ മർദ്ദിച്ചു എന്നുള്ളത്. ഈ കൂട്ടുകാരി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ വിവാഹാലോചനയുമായി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ആൺസുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ കുടുംബാംഗങ്ങൾ അന്വേഷിച്ചിരുന്നോ? എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചപ്പോൾ തന്നെ വളരെ മോശം അഭിപ്രായമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അത് കുഴപ്പമില്ല, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ഒരു പെൺകുട്ടി നിർബന്ധിച്ച് സ്നേഹിക്കുന്ന ആളെ എനിക്ക് അവൻ തന്നെ മതി എന്ന് പറഞ്ഞ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ആവട്ടെ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അപ്പൊ അപ്പൻ്റെ ആണ്ട് കഴിഞ്ഞ് നടത്താം, മതവും മാറാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവൻ ഈ ലോഡ്ജിൽ നിന്ന് ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കണേ. അന്നേരമാണ് ഇവള് മതം മാറില്ല എന്ന് പറഞ്ഞത്. അതാണ് ഇവർക്ക് ശരിക്കും പ്രകോപനം. മതം മാറാത്തത് കൊണ്ട് അവളത് സൂയിസൈഡ് ലെറ്ററിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എത്ര നാൾ മുമ്പാണ് ഇവര് ഈ വിവാഹാലോചനയുമായിട്ട് വന്നത്? ഏകദേശം മാസം ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പം മരിച്ചിട്ട് ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ളൂ. അപ്പം മരിച്ച് 2.5 മാസം. അപ്പൊ ഒരു അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഇവര് വിവാഹാലോചനയായിട്ട് വന്നു. അതായത് താങ്കളുടെ പിതാവ് മരിച്ചതിന് ശേഷമാണ് വിവാഹാലോചനയായിട്ട് വന്നത്? വന്നിട്ട് ഞാൻ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് നടത്താവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഇവര് പറയണം അതൊന്നും പറ്റില്ല, ഞങ്ങളുടെ മൂത്ത ഫാമിലിയിൽ മൊത്തത്തിൽ മൂത്ത ആളാ, പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പന്റെ ആണ്ട് കഴിയാതെ ഞാൻ നടത്തൂല എന്ന് പറഞ്ഞു. അത് തന്നെ ഇവരെ പ്രകോപിപ്പിച്ചു. അന്ന് മുതലേ ഇവര് പ്രഷർ ചെയ്യണേ, ഇറങ്ങി പോയി മറ്റേ മതം മാറി അവരുടെ ഒപ്പം നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവള് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ മോശമായ സാഹചര്യത്തിൽ ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവള് മതം മാറില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ ശരിക്കും പ്രകോപിപ്പിച്ചു. അതാണ്. അപ്പോൾ ഈ ലോഡ്ജിൽ നിന്ന് ഈ ആൺസുഹൃത്തിനെ പിടിച്ച വിവരം അറിയുന്ന എപ്പോഴാണ്? 1 മാസം മുമ്പ്. അതായത് ഈ ഒരു വിവാഹാലോചന കഴിഞ്ഞ് 2 മാസം മുമ്പ് ഈ വിവാഹാലോചനയുമായി ഇവർ വരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഉറപ്പിച്ച മട്ടിൽ നിൽക്കുന്നു. പിന്നീട് എപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്? ഈ കഴിഞ്ഞ ഒരു ഇടയ്ക്കായി. കാരണം ഇവളുടെ വാട്സപ്പിൽ ഇവര് രഹസ്യമാക്കി വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവള് വാട്സപ്പിൽ എന്തോ ഒരു ഞങ്ങളോട് പോലീസുകാരെ മറ്റേ ഇവിടെ സ്കോദൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ അവള് തന്നെ കണ്ടുപിടിക്കുക ചെയ്ത്. അതാണ് വേറെ ആരും അറിയാതിരുന്നത്. ഞങ്ങൾ ഫാമിലി പോലും അറിയാതിരുന്നത്. കാരണം അവളായിട്ട് തന്നെ കണ്ടുപിടിച്ച ഇങ്ങനെ പിടിച്ച കേസ്. എന്നിട്ട് അത് അവരുടെ ഫാമിലിയുടെ അടുത്ത് പോയിച്ചെന്നു. ഇവനെയും കൂട്ടി അവളുടെ ഫാമിലി എടുത്തുന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല, ഇവൻ എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ ഞാൻ എന്തിനാ ഇവൻ ഇത്രയും മതം മാറി ഇത്രയും കമ്മിറ്റ്മെന്റ് കാണിക്കണേ, അല്ലാതെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവരുടെ ഫാമിലി അപ്പൊ തന്നെ അവരെ അത് ചൊടിപ്പിച്ചു. അപ്പോൾ ഇത് സോനയാണ് ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അവരുടെ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നീടാണ് നിങ്ങൾ അറിയുന്നത് അല്ലേ? പിന്നീടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അറിയുന്നത് എന്റെ പെങ്ങളുടെ മരണത്തിന് ശേഷം ആ കൂട്ടുകാരി വന്ന് പറയുമ്പോഴേ എന്റെ പെങ്ങൾ ഇത്രയും ക്രൂരത അനുഭവിച്ചു എന്ന് ഞാൻ അറിയുന്ന ആ കൂട്ടുകാരി വന്ന് പറയുമ്പോഴാണ്. എന്റെ അടുത്ത് പെങ്ങൾ ഇതൊന്നും പറയാത്തതിന്റെ കാരണം എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ അടുത്ത് പ്രതികരിക്കണം, അവന്റെ ഫാമിലിയുടെ അടുത്ത് പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു പേടി കൊണ്ടാണ് അവൾ എന്റെ അടുത്ത് അത് പറയാതിരുന്നത്. അതെ. അപ്പോൾ ഇത്തരത്തിലൊരു മർദ്ദനം ഏറ്റ ശേഷം വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികതയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഇല്ല, രാവിലെ എണീറ്റ് ക്ലാസ്സിൽ പോയി വന്ന ദിവസം. അപ്പോഴും നമ്മൾ വിചാരിക്കണേ ഈ കൂട്ടുകാരുടെ വീട്ടിൽ പോയി പെങ്ങൾ വന്നു, അവള് വിളിച്ച് ക്ലാസ്സിൽ പോയി. അപ്പോഴും നമ്മൾ മുഖം ശ്രദ്ധിക്കണമൊന്നുമില്ല, ചുണ്ട് പൊട്ടിയിരിക്കണേ ശ്രദ്ധിച്ചില്ല.
അത് കഴിഞ്ഞിട്ട് ഈ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് അവൾ അന്നേരം പോയത്. കൂട്ടുകാരി കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്നെ പാടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവൾ അത് മറച്ചാണ് ഒരു 2-3 ദിവസം രാവിലെ എണീറ്റ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് പോവുക അവൾ എണീറ്റ്. ഞാൻ എൻ്റെ ജോലി, അമ്മ അമ്മയുടെ ജോലി. അപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കൂട്ടുകാരുടെ വീട്ടിൽ പോയി പെങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ എവിടെ നിന്ന് വരാനാ? മാത്രമല്ല അവനെ മറ്റേ ഇങ്ങനെ ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ച കേസും ഞങ്ങൾ അറിയില്ല. ഞാൻ ചിന്തിക്കുന്നതന്നെ എൻ്റെ പെങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കല്യാണം ഉറപ്പിച്ചേക്കാം, 1 വർഷം കഴിയുമ്പോൾ കല്യാണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. കാരണം അവളും അങ്ങനെ നടക്കണേ. പക്ഷെ അല്ല അവളുടെ മനസ്സിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു. എന്തായാലും തീർത്തും സങ്കടകരമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നന്ദി. ഈ ഒരു സാഹചര്യത്തിലും കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചതിൽ. ബേസിലാണ് സഹോദരൻ, സോനയുടെ സഹോദരൻ ബാസിലാണ് നമ്മളോട് പ്രതികരിച്ചത്. ഗുരുതര ആരോപണങ്ങൾ എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. അത്തരത്തിൽ ഉള്ള നിരവധി കേസുകളുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ആൺസുഹൃത്ത് എന്നുള്ളതും കൂടിയാണ് സഹോദരന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതര ആരോപണങ്ങൾ തന്നെ ഈ ഒരു ആൺസുഹൃത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് സോനയടക്കം, ഈ മരണപ്പെട്ട സോനയടക്കം അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞതാണ്. പിന്നീട് ഈ ഒരു സോനയുടെ മരണശേഷമാണ് കുടുംബാംഗങ്ങൾ പോലും അറിയുന്നത്. അതെല്ലാം ഉള്ളിലൊതുക്കി അതങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളതും കൂടിയാണ്. വിനയ, കേട്ടല്ലോ അല്ലേ ഈ സഹോദരൻ പറഞ്ഞത്? തീർച്ചയായും കാളിദാസ്, ഇത് തന്നെയാണ് സോന എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിനി, 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ഈ ഒരു ആത്മഹത്യാ കുറിപ്പിലും സൂചിപ്പിച്ചിരിക്കുന്നത്. തെറ്റുകൾ റമീസ് ചെയ്യുന്നത് പതിവായിരുന്നു, തെറ്റുകൾ ചെയ്യാറുണ്ട്, അതെല്ലാം മറന്ന് ഞാൻ